കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ രംഗം ഇപ്പോൾ വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. പകർച്ചവ്യാധികൾ നിപ്പ, ഷിഗല്ല, വെസ്റ്റ് നൈൽ, ഡെങ്കി, മലേറിയ, കോളറ, അമീബിക് ജ്വരം ഇങ്ങനെയുള്ളവയെല്ലാം വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ദിനംപ്രതി രോഗബാധിതരുടെ എണ്ണം കൂടുന്നു, മരണവും കൂടി വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രോഗപ്രതിരോധ നടപടികളിലെ ഏകോപനം ഇല്ലായ്മയുണ്ട്, അതിൽ ജാഗ്രത കുറവുണ്ട് എന്നതാണ്. ഇത് വലിയ തോതിൽ സംസ്ഥാനം ചർച്ച ചെയ്യപ്പെടുകയാണ്. രോഗം ബാധിച്ചവരുടെ ജീവൻ രക്ഷിക്കുന്നതിനാവശ്യമായ മരുന്ന്, അതിനും ദൗർലഭ്യമുള്ള പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെയാണ് ഇപ്പോഴത്തെ ആവശ്യത്തിനനുസരിച്ച് ഡോക്ടർമാർ ഇല്ലാത്തതിൻ്റെ പ്രയാസവും വരുന്നത്. ഒരു പ്രശ്നം ഉയർന്നു വന്നിട്ടുള്ളത് PSC റാങ്ക് ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് ചെയ്യപ്പെട്ട 400ഓളം ഡോക്ടർമാർ അവരുടെ നിയമനം തടസ്സപ്പെട്ടത് ഈ അടിയന്തര സാഹചര്യത്തിൽ ഗുരുതരമായ വീഴ്ചയായി കാണുന്നു. അഡ്വൈസ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ റാങ്ക് അടിസ്ഥാനത്തിൽ ഒഴിവുകളിലേക്ക് നിയമിക്കുകയാണ് പതിവ്. എന്നാൽ കഴിഞ്ഞ മെയ് 25-ന് അഡ്വൈസ് ലഭിച്ച ഡോക്ടർമാർക്ക് ഇതുവരെയും നിയമന ഉത്തരവ് നൽകിയിട്ടില്ല. സാധാരണ അത്തരമൊരു കാലതാമസം ഉണ്ടാകുന്നില്ല. നിയമന പ്രക്രിയയിൽ ഇടപെടാനും ഭരണാനുകൂല പാർട്ടികളുടെ താൽപ്പര്യത്തിനനുസൃതമായി കാര്യങ്ങൾ നടത്താനുമുള്ള നീക്കം മൂലമാണ് നിയമനം തടസ്സപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപം. ഇപ്പോൾ പകർച്ചവ്യാധികൾ പറന്നു പിടിക്കുന്ന സാഹചര്യം നിലനിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ മറ്റ് താല്പര്യങ്ങൾ മുൻനിർത്തി, രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി ഡോക്ടർമാരുടെ പോസ്റ്റിംഗ് നീട്ടിക്കൊണ്ടുപോകുന്നത് പകർച്ചവ്യാധി മൂലം കഷ്ടപ്പെടുന്നവരോട് കാണിക്കുന്ന വലിയ ക്രൂരതയായിരിക്കുമെന്നതാണ് കാണേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.